ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം വിവിധ വകുപ്പുകളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ച് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ആ ഒരു ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കുവാനായി. നമുക്ക് നോക്കാം. നമ്മുടെ പരീക്ഷയുടെ പാറ്റേൺ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 5 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. 5 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 പാർട്സ്. പാർട്ട് 1 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, 10 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത് കേട്ടോ. പാർട്ട് 2 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, 40 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. പാർട്ട് 3 ടൈപ്പ് റൈറ്റിംഗ്, 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പാർട്ട് 4 ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനും. പാർട്ട് 5 റീജിയണൽ ലാംഗ്വേജ്, മലയാളം, കന്നഡ ഓർ തമിഴ് 20 മാർക്കിനും ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് മനസ്സിലായി? പറഞ്ഞേ, എന്ത് മനസ്സിലായി? ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങളുടെ കോർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ നിന്നാണ്. 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നാണല്ലോ നമ്മുടെ തസ്തികയുടെ പേര്. സോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നു. 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതായത് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു 60% സമയം നിങ്ങൾ ചെലവാക്കേണ്ടത് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഫണ്ടമെന്റൽസ് ഉണ്ട്, വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനകത്ത് എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും ഈ പറയുന്ന ഭാഗം 2 ആണ് കേട്ടോ. ഈ ഭാഗം 2 പഠിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നം തന്നെയാണ്. സോ ഭാഗം 2 നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പോസ്റ്റിന്റെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര്. അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, LD ടൈപ്പിസ്റ്റ് എക്സാമിനും ഈ ഒരു സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ 2 പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ തയ്യാറെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് മനസ്സിൽ വെച്ചിരിക്കുക, എന്നിട്ട് വേണം പഠിക്കുവാനായി. ഇപ്പൊ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുവാൻ വേണ്ടി ഒരുപാട് സമയം ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം 10 മാർക്കിനുള്ള ചോദ്യമേ പൊതുവിജ്ഞാനവും ആനുകാലിക സംഭവങ്ങളും കൂടി ചേർത്ത് വരുന്നുള്ളൂ. അത് പൂർണ്ണമായും സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ചാൽ മതിയാവും കേട്ടോ. അല്ലാണ്ട് ഒരുപാട് അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ LDC ലെവലിലുള്ള ചോദ്യങ്ങൾ, 10ാം തരം ലെവലിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾ, അല്ലെങ്കിൽ +2 തലത്തിലുള്ള ജനറൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. 10ന് 10 മാർക്ക് അല്ലെങ്കിൽ 10ന് 7 10ന് 8 ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മറ്റ് എക്സാമിന് വേണ്ടി പൊതുവിജ്ഞാനം കുറേ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും വേൾഡ് ഹിസ്റ്ററിയും പിന്നെ നവോത്ഥാനവും ഒക്കെ പഠിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ മതിയാവും ഇവിടെയും കേട്ടോ. ഇവിടെ 10 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഗ്രാമറും റീജിയണൽ ലാംഗ്വേജും കുറച്ച് നന്നായിട്ട് എന്തൊരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. കാരണം 20 മാർക്കിന് വീതം മൊത്തത്തിൽ ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് 40 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ വേർഡ് പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജനറൽ ഇംഗ്ലീഷിനും റീജിയണൽ ലാംഗ്വേജിനും ആയിരിക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ഇനി ഈ സിലബസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പാർട്ട് 1 10 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയുണ്ട്, ഫാക്ട്സ് അബൌട്ട് കേരളയുണ്ട്. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പഠിക്കണം. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഇന്ത്യയുടെ കാലാവസ്ഥ, മണ്ണിനങ്ങള്, നദികള്, ഫേമസ് സൈറ്റുകള്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത്? ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ മുകളിൽ ഹിമാലയ പർവ്വതം മുതൽ താഴേക്ക് ഇങ്ങനെ വരണം കേട്ടോ.
ഹിമാലയ പർവ്വതങ്ങൾ, അതുപോലെ തന്നെ ഡെക്കാൻ പ്ലേറ്റ്യൂ, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പഠിക്കുക. അതേപോലെ തന്നെ റിവർ സിസ്റ്റംസ്, ഹിമാലയൻ റിവേഴ്സും അതേപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സ്, അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ കാലാവസ്ഥ, മണ്ണിനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാരണ ഇപ്പോൾ ഒരു LDC പരീക്ഷയ്ക്കൊക്കെ നമ്മൾ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പഠനം തന്നെയാണ് ഈ ഒരു ജനറൽ നോളജിലും വേണ്ടത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരുപാട് കുത്തിയിരുന്ന് ഈ ഒരു ഭാഗം പഠിച്ച് ഒരുപാട് സമയം കളയരുത്. ഒരുപാട് സമയം പാഴാക്കിക്കൊണ്ട് ഈ ജനറൽ നോളജ് ഭാഗം പഠിക്കാൻ ഇരിക്കരുത്. 10 മാർക്കിനുള്ള ചോദ്യമേ വരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്താണ് കാണുന്നത്, ഇത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. പിന്നെ ഡെമോഗ്രഫി, എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പോവർട്ടി അലിവിയേഷൻ, എക്കോണമി ആൻഡ് പ്ലാനിങ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങൾ, അതുപോലെ എക്കോണമി എന്ന് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, പ്ലാനിങ് കമ്മീഷന്, ഇപ്പൊ ഈ ഭാഗത്ത് നിന്നൊക്കെ ആവർത്തിച്ച് PSC ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഒരു പക്ഷേ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് നടന്ന ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ഈ ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് എക്സാംസ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ചോദ്യപേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ജനറൽ നോളജ് പഠിക്കുവാനായിട്ട് റീസെന്റ് നടന്ന മറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റഫർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രം 1857 ശിപ്പായി ലഹള മുതൽ നിങ്ങൾ പഠിച്ചാൽ മതി. അതിന് മുന്നേ ഉള്ള മുഗളന്മാരുടെ കഥയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വിജയനഗര സാമ്രാജ്യം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. 1857 മുതലുള്ള 1ാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. അതല്ലാതെ നിങ്ങൾ മുഗളന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച സമയങ്ങൾ കളയരുത് എന്നുള്ളതും ഞാൻ പറയുകയാണ്. പിന്നെ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കുറേ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പഞ്ചവത്സര പദ്ധതി നിർബന്ധം. ഓരോ പഞ്ചവത്സര പദ്ധതിയിലും എന്ത് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്, ഊന്നൽ നൽകിയിരുന്നത്, ഓരോ പഞ്ചവത്സര പദ്ധതിയിലെയും കാലഘട്ടം, ഓരോ പഞ്ചവത്സര പദ്ധതിക്കകത്തും നടന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഏത് മോഡൽ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും PSC എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഫാക്ട്സ് അബൌട്ട് കേരള, ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, മണ്ണിനങ്ങള്, കാലാവസ്ഥ, കേരളത്തിലെ നദികളുടെ നീളം, പിന്നെ എന്തെങ്കിലും പോഷക നദികൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ജലസേചന പദ്ധതികൾ, അതെല്ലാം എന്ത് ചെയ്യുക, പഠിച്ച് വച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിന്റെ എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ചരിത്ര പ്രാധാന്യം എന്ന് പറയുമ്പോൾ മിക്കവാറും ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് വച്ചിരിക്കുക. പിന്നെ ഈ കുറെ പ്രസംഗങ്ങളുണ്ടല്ലോ, കോഴഞ്ചേരി പ്രസംഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സ്ഥിരം ഇങ്ങനെ ചോദിക്കുന്നതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ധാരണ കിട്ടും ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 2026 നാളിതുവരെ നടന്ന PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചോദ്യ പേപ്പറിലും ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ജനറൽ നോളജ് ഇങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ റിനൈസൻസ് ഇൻ കേരള, കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു മുതൽ തുടങ്ങുക. ശ്രീനാരായണ ഗുരു, അയ്യ വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് KP കറുപ്പൻ, അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പിസ്വാമി, നാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, തൈക്കാടയ്യ, പിന്നെ പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, പൽപ്പു കുമാരനാശൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഇങ്ങനെയുള്ള കുറേ നവോത്ഥാന നായകന്മാരുണ്ട്. അവരുടെ ജീവിതത്തിൽ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ, സ്ഥാപിച്ച വർഷങ്ങൾ, അവരോരോരുത്തരും പലതരത്തിലുള്ള രചനകൾ രചിച്ചിട്ടുണ്ട്. ആ രചനകൾ ഏതൊക്കെയാണ്? പിന്നെ അവരെന്തെങ്കിലും ക്വാട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദ്ധരണികൾ പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിക്കാൻ എടുക്കുമ്പോൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ.
ഈ ശിവയോഗിയും കറുപ്പനെയും കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ, അത് തുടങ്ങിയ വർഷങ്ങൾ, അവരെന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ എംഫസൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. പിന്നെ ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലോക, ദേശീയ, പിന്നെ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള രാഷ്ട്രീയ, ശാസ്ത്രീയ കാര്യങ്ങളും അതുപോലെ തന്നെ സ്പോർട്സ്, സിനിമ, ലിറ്ററേച്ചർ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും അന്താരാഷ്ട്ര സംഘടനകൾ, നമ്മുടെ യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഓരോ വർഷവും എന്ത് വർഷമായിട്ടാണ് അവർ ആചരിച്ചത്, അതിൻ്റെ കോഡ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യുക, ഊന്നൽ കൊടുത്ത് പഠിക്കുക കേട്ടോ. അതൊക്കെയാണ് മിക്കവാറും കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആവിഷ്കരിച്ച ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ റീസെന്റ് ഇപ്പോൾ ഫ്ലഡ് അല്ലെ, റീസെന്റ് ഇപ്പോൾ നമുക്കൊരു ചെറിയ രീതിയിൽ 2026 ഒരു പ്രളയം ഓഗസ്റ്റ് മാസവും ജൂലൈ മാസത്തിന്റെ അവസാനവും ഒക്കെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷൻ, അതിന്റെ എന്ത് പേരാണ് അതിന് നൽകിയിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു വെക്കുക. പ്രധാനമായിട്ടും അന്നുള്ള ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പ്രത്യേകം സമയം കളയണ്ട എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുക. ഓർക്കുക, ആകപ്പാടെ 10 മാർക്കാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഭാഗം 2. ഭാഗം 2 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. ഇവിടെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ 40 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഇമെയിൽ, വെബ് ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ്, യൂണിക്കോഡ്, വെബ്സൈറ്റ്സ്, വിൻഡോസ്, ഇത്രയും കാര്യങ്ങൾ വെടിപ്പായിട്ട് പഠിച്ചു വെക്കുക. നല്ല രീതിയിലുള്ള മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴത്തേക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നും നന്നായിട്ട് പഠിച്ചു വെക്കുക. മെമ്മറി പഠിക്കുമ്പോൾ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റോറേജ് ഡിവൈസ് പഠിക്കുമ്പോൾ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ SSD, NVMe എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് പെരിഫറൽ ആണ്, ലേറ്റസ്റ്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് കേട്ടോ. ലേറ്റസ്റ്റ് പെരിഫറൽസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. OLED മോണിറ്റർ, NVMe എന്ന് പറയുന്ന പുതിയ കാലത്തിലുള്ള മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കുക. പിന്നെ ഇമെയിൽ, ബ്രൗസേഴ്സ്, ലിസ്റ്റ് ഓഫ് വെബ് ബ്രൗസേഴ്സ്, ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസ് പഠിക്കുക. ബ്രൗസറും സെർച്ച് എഞ്ചിനും തിരിഞ്ഞു പോകരുത്, നന്നായിട്ട് പഠിക്കുക. പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, എക്സ്, പിന്നെ മീറ്റ കോർപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വ്യത്യസ്ത ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളുടെ പേര് പഠിച്ചു വെക്കുക. പിന്നെ എല്ലാവരും എപ്പോഴും ഇഗ്നോർ ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ് യൂണിക്കോഡ്. പലർക്കും അറിയില്ല എന്താണ് യൂണിക്കോഡ് എന്ന്. ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ വെബ്സൈറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് വെബ് പേജ് എന്താണെന്ന് പഠിക്കുക, HTML എന്താണെന്ന് പഠിക്കുക, വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് പഠിക്കുക. പിന്നെ കുറച്ച് പ്രോട്ടോകോൾസും പഠിച്ചു വെക്കുക. പിന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗത്തെ മുഴുവൻ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. വളരെയധികം സിമ്പിൾ ആണ്. ദെൻ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആകാൻ പോകുന്ന ആളുകളാണ് അല്ലേ. ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് വേർഡിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, വേർഡ് വിൻഡോ, ടൈറ്റിൽ ബാർ, റിബൺ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഇന്റർഫേസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. വേർഡ് വിൻഡോ, അതിനകത്തുള്ള ടൈറ്റിൽ ബാർ എന്താണ്, റിബൺ എന്താണ്, സ്റ്റാറ്റസ് ബാർ എന്താണ്, ടൂൾ ബാർ എന്താണ്. പിന്നെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. പ്ലസ് ഇതിന്റെ എല്ലാം ഷോർട്ട് കട്ട് കീസും കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ എല്ലാം കൂടി ഷോർട്ട് കട്ട് കീസും പഠിച്ചു വെക്കുക. പിന്നെ ഒരു പാരഗ്രാഫിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ജസ്റ്റിഫൈ, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. പിന്നെ ഡ്രോപ്പ് ക്യാപ്പ്, ചേഞ്ച് കേസ്, അലൈൻമെന്റ്, ടാബ് സെറ്റിംഗ്, ലൈൻ സ്പേസിംഗ്, ക്യാരക്ടർ സ്പേസിംഗ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്, ഷോർട്ട് കട്ട് കീസ് ആൻഡ് ഫംഗ്ഷൻ കീസ്.
പിന്നെ ഇൻസേർട്ട് ടാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ടേബിള്, പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്പ്, പേജ് നമ്പർ, ഹെഡർ ആൻഡ് ഫൂട്ടർ, സിംബൽസ്, ലിങ്ക്, വേർഡ് ആർട്ട്, ഇതെല്ലാം നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പേജ് ലേഔട്ട് ടാബ്, അതായത് ഒരു പേജ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, പേജിന്റെ സൈസ് എങ്ങനെ നമുക്ക് കൊടുക്കാം, ഓറിയന്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ലൈൻ സ്പേസിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം, ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മെയിൽ മെർജിങ്, വ്യൂസ്. ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും കൂടുതലായി നമുക്ക് പഠിക്കേണ്ടത്, ഇവിടെ ഞാൻ 5 സ്റ്റാർ കൊടുക്കും, 5 സ്റ്റാർ കൊടുക്കും, ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുവാനുള്ളതും മൈക്രോസോഫ്റ്റ് വേർഡിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. കൂടുതൽ ഒരു ഊന്നൽ കൊടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഈ കാണുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ടൈറ്റിൽസും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടൈറ്റിൽ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടോപ്പിക് ബൈ ഹാർട്ട് ആക്കി തന്നെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് എക്സൽ ആണെങ്കിൽ വേർഡിന് അത്രയും തന്നെ എക്സലിലും പവർ പോയിന്റിലും പഠിക്കാനില്ല. വേർഡിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. എക്സൽ ആണെങ്കിൽ ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക് ബുക്ക്, rows and columns formatting a cell, different functions in Excel, chart, pivot table, sort, filter, conditional formatting, creating formulas, inserting data and time, data validation, shortcut keys. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഈ ഒരു കാര്യത്തിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനായാലും ശരി, LD ടൈപ്പിസ്റ്റിനായാലും ശരി കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യം ചോദിക്കുവാനും ഉള്ളത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഈ ഒരു സിലബസ് എടുത്ത് കയ്യിൽ വെച്ച് അതിൽ മാർക്ക് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. ദെൻ പവർ പോയിന്റ് ആണെങ്കിലോ ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിംഗ് എ സ്ലൈഡ്, പിന്നെ സ്ലൈഡ് വ്യൂസ്, പിന്നെ ഇൻസേർട്ടിംഗ് ചാർട്ട്, ഡയഗ്രാം, സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോ, സ്ലൈഡ് നമ്പർ, ലിങ്ക്സ്, ഡേറ്റ് ആൻഡ് ടൈം, പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, സ്ലൈഡ് ഷോ, സ്ലൈഡ് ലേഔട്ട്, അറേഞ്ച് ഒബ്ജക്ട്സ് ഓൺ ദ സ്ലൈഡ്. ഇത്രയും കാര്യങ്ങളാണ് പവർ പോയിന്റിലും ഉള്ളത്. പവർ പോയിന്റ് കുറച്ചും കൂടി സിമ്പിൾ ആണ് പഠിക്കുവാനായിട്ട് കേട്ടോ. വേർഡും എക്സലിനും ഉള്ള അത്രയും കാര്യങ്ങൾ പവർ പോയിന്റിനകത്ത് വരുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർക്കുക, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് സിലബസ് ഒരു ഷീറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ കയ്യിൽ വെച്ചിരിക്കണം. വെറുതെ മൊബൈൽ ഫോണിലോ അങ്ങനെയൊന്നും സേവ് ചെയ്ത് വെക്കണ്ട. പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഓരോന്നും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു മാർക്കർ വെച്ചോ പേന വെച്ചോ മാർക്ക് ചെയ്ത് പോവുക. ഇനി ഭാഗം 3 10 മാർക്കിനുള്ള ചോദ്യം ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതായത് ടൈപ്പ് റൈറ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. ഈ സിലബസിൽ പറയുന്ന ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെ ചോദിക്കും, വേറെ ഒന്നും എക്സ്ട്രാ ചോദിക്കാനില്ല. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെന്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രിവേഷൻസ്, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിംബൽസ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. മുൻകാല LD ടൈപ്പിസ്റ്റ് തസ്തികയ്ക്കുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അത് എടുത്ത് വിശകലനം ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഏത് തരത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾക്കും ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10ന് 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. 1 മാർക്ക് പോലും ഇവിടെ നിന്ന് കളയേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളായിട്ടാണ് എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ജനറൽ ഇംഗ്ലീഷ്. 20 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടോ. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾ 1 കോംപ്രഹെൻഷൻ പാസേജ് കേട്ടോ, കോംപ്രഹെൻഷൻ പാസേജ്. അതുപോലെ മൊഡ്യൂൾ 2 എഡിറ്റിംഗ്, പിന്നെ മൊഡ്യൂൾ 3 ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്, മൊഡ്യൂൾ 4 ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മൊഡ്യൂൾ 5 വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ, മൊഡ്യൂൾ 6 ബേസിക് ഗ്രാമർ, അതായത് ആർട്ടിക്കിൾ, പ്രീപോസിഷൻസ്, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്സ്, മൊഡ്യൂൾ 7 വോയിസ്, മൊഡ്യൂൾ 8 റിപ്പോർട്ടർ സ്പീച്ച്, മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്. അതായത് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഡിഗ്രി തലത്തിലോ +2 തലത്തിലോ 10ാം
ക്ലാസ് തലത്തിലോ ഇപ്പോൾ LDC പോലുള്ള എക്സാമിനൊക്കെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്. അവിടെ ആ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു സെയിം സംഗതി തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടർ സ്പീച്ച്, പിന്നെ ടെൻസസ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, നൗൺസ്, പിന്നെ ആർട്ടിക്കിൾസ്, പ്രീപൊസിഷൻസ്, കൺജങ്ഷൻസ്, ജെറോണ്ട് റൂൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇപ്പം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമർ ഏത് രീതിയിൽ ഏത് തലത്തിൽ ചോദിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്രഷേഴ്സ്, പുതിയതായിട്ട് പഠിച്ച് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ പറയാനേ കഴിയുള്ളൂ. പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് അങ്ങനെ മാർക്ക് കളയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ റൂൾസ്, ഈ പറഞ്ഞ മൊഡ്യൂൾസ് ഓരോന്നായിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. 5ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയാണ് കേട്ടോ. 20 മാർക്കിനുള്ള ചോദ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ജനറൽ PSC പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സംഭവമല്ല, സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ. മലയാളത്തിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പിന്നെ ഉദ്ധരണികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുർലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യത്തിൽ ചേർത്തെഴുതുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എഴുത്തുകാരന്മാരുണ്ടല്ലോ, എഴുത്തുകാരന്മാർ അവരുടെ പ്രശസ്തമായിട്ടുള്ള രചനകൾ, പിന്നെ ഓരോ എഴുത്തുകാരന്മാരുടെ രചനകൾക്കകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മലയാള എഴുത്തുകാരന്മാരും അവർക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡുകൾ, സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ അവാർഡ്, അല്ലെ, അങ്ങനെ കുറെ അവാർഡുകളുണ്ട്. ഇതൊക്കെ നേടിയിട്ടുള്ളത് ആരൊക്കെയാണ്, ഏതൊക്കെ വർഷങ്ങളിൽ നേടി എന്നുള്ളതൊക്കെ സ്ഥിരം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും കൂടി ഒന്ന് നിങ്ങൾ വായിച്ചു വെച്ചോളൂ കേട്ടോ, അതൊരു അസറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടത്. ഇനി എനിക്ക് പറയേണ്ടത്, നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡിനേക്കാൾ വേഗത്തിൽ ടൈപ്പിസ്റ്റ് ജോലി നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. അതിനായി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇനി വരുന്ന ഒരു 1-2 മാസം കൊണ്ട് നമുക്ക് പരമാവധി കാര്യങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു ഇടം നേടി നമുക്ക് ജോലി ലഭിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു മികച്ച അവസരമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ജോയിൻ ചെയ്യാം. അപ്പോൾ അവരോടുമൊക്കെ ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ ഒരു സംശയം തീരും. 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ, ആ മാർക്ക് എങ്ങനെയാണ് വിവിധ ഭാഗങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. സോ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരിടം ലഭിക്കും. നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.